ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. താം തീക്ഷ്ണചിത്താമതിവാമചേഷ്ടിതാം വീക്ഷ്യാന്തരാകോശപരിച്ഛദാസിവത് വരസ്ത്രിയം തത്പ്രഭയാ ച ധർഷിതേ നിരീക്ഷമാണേ ജനനീ ഹ്യതിഷ്ഠതാം. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. താം എന്ന് പറഞ്ഞാൽ ഇവിടെ ആ പൂതനയെ, തീക്ഷ്ണചിത്താമതിവാമചേഷ്ടിതാം, ഇവിടെ തീക്ഷ്ണചിത്താം അതിവാമചേഷ്ടിതാം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തീക്ഷ്ണചിത്താം അതിവാമചേഷ്ടിതാം. തീക്ഷ്ണചിത്താം എന്ന് പറഞ്ഞാൽ വളരെ തീക്ഷ്ണമായിട്ടുള്ള വളരെ കഠിനമായിട്ടുള്ള ചിത്തം, മനസ്സോട് കൂടിയവളും. പിന്നെയോ അതിവാമചേഷ്ടിതാം, വളരെ മനോഹരമായിട്ടുള്ള, ആരെയും ആകർഷിക്കുന്നതായിട്ടുള്ള പ്രവൃത്തിയോട് കൂടിയവളും. വീക്ഷ്യാന്തര, ഇവിടെ വീക്ഷ്യ അന്തര, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വീക്ഷ്യാന്തര. വീക്ഷ്യ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, അന്തര എന്ന് പറഞ്ഞാൽ അകത്ത്, ഉള്ളിൽ. ഇവിടെ ഇപ്പോൾ നന്ദഗോപരുടെ വീടിനുള്ളിലാണ് ആ പൂതന ഇരിക്കുന്നത്. പൂതനയാകട്ടെ ആ ഉണ്ണിയെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ തൻ്റെ ഗൃഹത്തിനുള്ളിൽ ആ സ്ത്രീയെ, അത് എങ്ങനെയുള്ള, ആരെയും വശീകരിക്കുന്ന അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള, മോഹിപ്പിക്കുന്നതായിട്ടുള്ള പ്രവൃത്തിയോട് കൂടിയവളും. പിന്നെ അതേസമയം കഠിന ഹൃദയത്തോടു കൂടിയവളുമാണ്, മനസ്സോട് കൂടിയവളുമായിട്ടുള്ള ആ പൂതനയെ അകത്ത് തൻ്റെ ഗൃഹത്തിനുള്ളിൽ കണ്ടിട്ട് കോശപരിച്ഛദാസിവത് എന്ന് പറഞ്ഞാൽ തൻ്റെ ഉറയിൽ കിടക്കുന്ന ഒരു വാള് എന്ന പോലെ ഇരിക്കുന്നവളുമായ. ഇവിടെ അങ്ങനെ ഒരു ഉദാഹരണം പറയാൻ കാരണം, ഈ ഉറ അല്ലെങ്കിൽ ഈ വാളിടുന്ന ഉറ പുറമേ നിന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്, എന്നാൽ ഉള്ളിലിരിക്കുന്നതാകട്ടെ മാരകമായിട്ടുള്ള വാളുമാണ്. അതിൻ്റെ ആ തീക്ഷ്ണതയെ അല്ലെങ്കിൽ അതിൻ്റെ ആ ശക്തിയെ, ആ ഘോരമായ ശക്തി, ഒരു വാളിൻ്റെ ഘോരമായ ശക്തിയെ മറയ്ക്കുന്നതാണ് ഈ പുറമേയുള്ള ഈ ഉറ എന്ന് പറയുന്നത്. ഇവിടെ ഈ പൂതന വന്നിരിക്കുന്നത് ഘോരയായ സ്ത്രീയാണ്, വളരെ കഠിനമായ മനസ്സോട് കൂടിയവളാണ്. അതേസമയം മറ്റുള്ളവരെ വശീകരിക്കുന്ന, മോഹിപ്പിക്കുന്ന വളരെ മനോഹരമായ പ്രവർത്തികളോട് കൂടിയവളാണ് എന്ന് പറഞ്ഞു. കാരണം ഉള്ളിലും മുഴുവൻ എത്രയും പെട്ടെന്ന് ഈ ഉണ്ണിയെ നിഗ്രഹിക്കണമെന്നുള്ള ഒരു ചിന്തയാണെങ്കിൽ പോലും വളരെ സ്നേഹത്തോടു കൂടിയാണ് ഈ ഉണ്ണിയെ എടുത്ത് തൻ്റെ മടിയിലേക്ക് അങ്ങോട്ട് വെച്ചത്. അപ്പോൾ അത് കാണുന്ന ആർക്കും ഈ പൂതനയെക്കുറിച്ച് മറ്റൊന്നും തെറ്റായിട്ട് തോന്നുകയില്ല. പിന്നെയോ സൗന്ദര്യം കൊണ്ടും തൻ്റെ കടക്കണ്ണിൻ്റെ ഭംഗി കൊണ്ടും ആരെയും വശീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ നന്ദഗോപരുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നത്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു ഉപമ പറഞ്ഞു വെച്ചത്. തൻ്റെ ഉറയ്ക്കുള്ളിൽ കിടക്കുന്ന വാള് പോലെ കഠിന ഹൃദയയായിട്ടും പുറമേ മധുരമായി വളരെ സ്നേഹത്തോടുകൂടി ആ ഉണ്ണിയെ എടുത്ത് മടിയിൽ വെച്ചപ്പോൾ വരസ്ത്രീയം, വര എന്ന് പറഞ്ഞാൽ വളരെ ഉത്തമയായ, ശ്രേഷ്ഠയായ, സ്ത്രീയം എന്നാൽ സ്ത്രീ, വളരെ ഉത്തമയായ സ്ത്രീയായിട്ട് കണ്ടുകൊണ്ട് തത്പ്രഭയ എന്ന് പറഞ്ഞാൽ അവളുടെ ആ ഒരു കാന്തിയിൽ, വളരെ ഭംഗിയിൽ, ആരെയും ആകർഷിക്കുന്ന ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ആ കാന്തിയിൽ ച ധർഷിതേ, ധർഷിത എന്നാൽ മോഹിപ്പിക്കപ്പെടുക. അപ്പോൾ അവളുടെ ആ ഒരു വശ്യമായ സൗന്ദര്യത്തിലും മനോഹരമായ പ്രവൃത്തികൾ കൊണ്ടും ആരെയും വശീകരിക്കുന്നതാണ്, ആരും മോഹിച്ചു പോകുന്നതാണ്. അങ്ങനെ മോഹിച്ചു നിന്നിരുന്നത് കൊണ്ട് നിരീക്ഷമാണേ എന്ന് പറഞ്ഞാൽ ഈ പൂതന ഉള്ളിലേക്ക് വരുന്നതൊക്കെ
നോക്കിക്കൊണ്ടിരുന്നിട്ടും ഇങ്ങനെയൊക്കെ തൻ്റെ ഉണ്ണിയെ എടുത്ത് മടിയിൽ വെക്കുന്നതും ഇതെല്ലാം ഈ സ്നേഹത്തോടു കൂടി തൻ്റെ ഉണ്ണിയെ വാരിയെടുത്ത് മടിയിൽ വയ്ക്കുന്നതും ഒക്കെ കണ്ടുകൊണ്ട് നിന്ന ജനനി. അവിടെ ആ രണ്ടമ്മമാരും യശോദാമ്മയും രോഹിണീ ദേവിയും യതിഷ്ഠതാം അങ്ങനെ അനങ്ങാതെ അങ്ങനെ നിന്നുപോയി. എന്തൊരു സ്നേഹമാണ്, എന്തൊരു മാതൃഭാവമാണ് ഈ സ്ത്രീക്ക്, എന്തൊരു സൗന്ദര്യമാണ്, എത്ര സ്നേഹത്തോടെയാണ് തൻ്റെ ഉണ്ണിയെ പരിലാളിച്ച് അങ്ങനെ വാരിയെടുത്ത് മടിയിലേക്ക് വയ്ക്കുന്നത്. എന്തൊരു സ്നേഹം വഴിഞ്ഞൊഴുകുന്ന സ്ത്രീയാണ്, ഉത്തമയായ സ്ത്രീ തന്നെയാണിത്, വളരെ ശ്രേഷ്ഠയാണിവർ എന്ന് ധരിച്ചുകൊണ്ട് ഈ സ്ത്രീ ഉള്ളിലേക്ക് വരുന്നതും പൂതന ഉള്ളിലേക്ക് വരുന്നതും തൻ്റെ ഉണ്ണിയെ എടുത്ത് മടിയിൽ വയ്ക്കുന്നതൊക്കെ കണ്ടിട്ടും ആ രണ്ടമ്മമാർക്കും രോഹിണീ ദേവിക്കും യശോദാമ്മയ്ക്കും ഒന്നും തന്നെയും ഒരക്ഷരം കൂടി ഉരുവിടുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ നിശ്ചേഷ്ടരായി അങ്ങനെ നോക്കി നിന്നു ആ പൂതനയെ. എപ്രകാരം എന്ന് വെച്ചാൽ മനോഹരമായ റോസാപുഷ്പങ്ങൾക്കടിയിലും മുള്ളുകൾ ഒളിഞ്ഞിരിക്കുന്നത് പോലെ കഠിനഹൃദയായിട്ടുള്ള ഈ പൂതന തൻ്റെ ബാഹ്യമായ സൗന്ദര്യങ്ങൾ കൊണ്ടും ചേഷ്ടകൾ കൊണ്ടും തൻ്റെ ഇപ്രകാരമുള്ള ആരെയും ആകർഷിക്കുന്നതായിട്ടുള്ള മാതൃത്വം തുളുമ്പുന്ന പ്രവർത്തികൾ കൊണ്ടും തൻ്റെ ചുറ്റിനും നിന്ന ആ അമ്മമാരെ ഉൾപ്പെടെയുള്ള ഗോകുലവാസികളെ, സാധാരണ അമ്മമാർക്ക് തൻ്റെ ഉണ്ണിയെ മറ്റ് അപരിചിതരെടുക്കുമ്പോൾ അറിയാതെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു സംശയത്തിൻ്റെ ഒരു നാമ്പ് പൊട്ടാറുണ്ട്. പക്ഷെ ഇവിടെ ആ അമ്മമാർ പോലും, രോഹിണീ ദേവിയും യശോദാമ്മയും പോലും മയങ്ങിപ്പോയി ഈ പൂതനയുടെ വശ്യമായിട്ടുള്ള പെരുമാറ്റത്തിലും ഭാവത്തിലുമൊക്കെ. അങ്ങനെയുള്ള ആ പൂതന ഉറയിൽ കിടക്കുന്ന വാളുപോലെ ഉണ്ണിയെ നിഗ്രഹിക്കാൻ വേണ്ടി എത്തിയ പൂതന ആ ദുഷ്ട ചിന്തകളെയൊക്കെ തൻ്റെ ഉള്ളിൽ മറച്ചുകൊണ്ട് പുറമേ വളരെ മനോഹരമായി സ്നേഹമയിയായി പെരുമാറി ആ ഉണ്ണിയെ എടുത്ത് വാരി മടിയിൽ വെച്ചപ്പോൾ രണ്ടമ്മമാർക്കും തൻ്റെ ഉണ്ണിയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഈ പൂതന എടുത്ത് മടിയിൽ വെച്ചത് എന്നാണ് ധരിച്ചത്. അതുകൊണ്ട് തന്നെ അവരങ്ങനെ ആ ഉണ്ണിയോടുള്ള സ്നേഹവും അതിലേറെ ഈ അപരിചിതയായ സ്ത്രീയുടെ മാതൃഭാവത്തിൻ്റെ ആ ഒരു പ്രകടന രീതി തങ്ങളെക്കാൾ മികച്ചതാണല്ലോ ഈ സ്ത്രീയിൽ ഇപ്പോൾ കാണിക്കുന്ന മാതൃത്വ ഭാവം എന്ന് തോന്നിയിട്ട് ആ അമ്മമാരങ്ങനെ അനങ്ങാതെ നിന്നു. എതിർത്തില്ലെന്ന് തന്നെയല്ല, ചലിക്കാൻ കൂടി കഴിഞ്ഞില്ല യശോദാമ്മയ്ക്കും രോഹിണീ ദേവിക്കും. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. താം തീക്ഷ്ണചിത്താം അതിവാമചേഷ്ടിതാം വീക്ഷ്യാന്തരാകോശപരിച്ഛദാസിവത് വരസ്ത്രിയം തത് പ്രഭയാ ച ധർഷിതേ നിരീക്ഷമാണേ ജനനീഹ്യതിഷ്ഠതാം. ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആദ്യത്തെ വരിയിൽ തീക്ഷ്ണചിത്താം അതിവാമചേഷ്ടിതാം, അത് ചേർത്ത് തന്നെ വായിക്കുക. അവിടെയും തീക്ഷ്ണ, അവിടെ കായും ഷായുമുണ്ട്, വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നൊന്ന് തീക്ഷ്ണചിത്താം അതിവാമ, മായ്ക്ക് അകാരം കൊടുക്കണം, അതിവാമ ചേഷ്ടിതാമാണ്. അടുത്തത് വീക്ഷ്യാന്തര, വീക്ഷ്യാന്തര, അവിടെ അന്തര ആണെന്നുള്ളത് ഓർക്കുക. പിന്നടുത്തത് ഇതിത്രയുമാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ്. ഇനിയും ആ ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസവും കൂടി പറയാം. തീക്ഷ്ണചിത്താം അതിവാമചേഷ്ടിതാം കോശപരിച്ഛദാസിവത് താം വരസ്ത്രിയം അന്തരാവീക്ഷ്യ തത്പ്രഭയാ ധർഷിതേ ജനനീ നിരീക്ഷമാണേ വ്യതിഷ്ഠതാം.
ഒന്നുകൂടെ പറയാം. തീക്ഷ്ണചിത്താം അതിവാമചേഷ്ടിതാം കോശപരിച്ഛദാസിവത് താം വരസ്ത്രിയം അന്തരാവീക്ഷ്യ തത്പ്രഭയാ ദർശിതേ ജനനീ നിരീക്ഷമാണേഹ്യതിഷ്ഠതാം. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ. ഞാൻ കുറച്ച് നമ്മളൊന്ന് ചുരുക്കി പറയുകയാണ്. വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നു എന്നൊരു സംശയം, അതുകൊണ്ട് ചുരുക്കി പറയാൻ ശ്രമിക്കുകയാണ്. ഇവിടെയും നമുക്ക് കാണാം പൂതനയുടെ ആ ഒരു കാപട്യം, ഒരു അമ്മയ്ക്കുള്ളതിൽ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന കാപട്യം. അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ആ സത്തുക്കളായിട്ടുള്ള അമ്മമാരുടെ നിഷ്കളങ്കത. പൂതന എന്നത് ഒരു സാഗരം പോലെയാണ്. ഒരു സമുദ്രത്തിൽ ഇടയ്ക്കിടെ പൊങ്ങി വരുന്ന തിരമാലകൾ, അതെല്ലാ സമയവും പൊങ്ങി വരില്ല, ഇടയ്ക്കിടെ മാത്രമേ പൊങ്ങി വരൂ, അല്ലേ? എന്നാൽ അല്ലാത്തപ്പോൾ ശാന്തമായി പുറമേ ഭാവിക്കുന്ന സമുദ്രത്തിലേക്ക് നടന്ന് നീങ്ങിയാൽ അത് അപകടത്തിലേക്കാവും നയിക്കുക. കാരണം ഈ തിരമാലകൾ പെട്ടെന്ന് ബാഹ്യമായ എവിടെയോ നിന്ന് ഉണ്ടായി വരുന്നതല്ല, അത് ആ സമുദ്രത്തിനുള്ളിൽ ഉള്ളത് തന്നെയാണ്. ഇടയ്ക്കിടെ പൊങ്ങി വരുമ്പോൾ ആലോചിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്ക് ശാന്തമാകുമ്പോൾ ആലോചിക്കുക, തിരമാലകൾ ഉള്ളിൽ തന്നെയുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ വാസനകളും. എത്ര ശാന്തമായി നിൽക്കുന്നതായി തോന്നിയാലും ചില സമയം വാസനകൾ തലപൊക്കും, ഇടയ്ക്കിടെ അത് പൊങ്ങി വരും. ഇവിടെ പൂതനയുടെ കാര്യത്തിലും അതുപോലെയാണ്. പൊതുവെ ശാന്തമായി സുന്ദരിയായി കാണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പൂതനയിൽ ആ തിരമാല ഉയർന്നു വരാൻ സമയമെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനോടകം പലയിടങ്ങളിലും നടന്ന ഇതേപോലെ സുന്ദരി വേഷം ധരിച്ചുകൊണ്ട് ശാന്തമായ ഭാവം പുറമേ കാണിച്ചുകൊണ്ട് ഒരു കടലിനെ പോലെ തൻ്റെ ഉള്ളിലെ തിരമാലകളെ അടക്കിക്കൊണ്ട് ഇടയ്ക്കിടെ പൊങ്ങി വന്ന് തൻ്റെ കൂടെ തന്നോട് സാമീപ്യത്തിൽ വരുന്നതിനെയൊക്കെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സമുദ്രത്തെ പോലെ പൂതനയും ഇവിടെ ബാഹ്യമായിട്ട് ഒരു സുന്ദരിയുടെ എല്ലാം തികഞ്ഞ ഒരു മാതൃത്വ ഭാവം കൈക്കൊണ്ടുകൊണ്ട് നടക്കുമ്പോഴും ഇടയ്ക്കിടെ തന്നോട് ചേർന്ന് നിൽക്കുന്ന, തന്നോട് ചേർന്ന് വരുന്ന ഉണ്ണികളെയൊക്കെ, അല്ലെങ്കിൽ താൻ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ഉണ്ണികൾ തന്നോട് സംഘത്തിൽ എത്തിച്ചേരുമ്പോൾ, തന്നോട് സംഗമിക്കുമ്പോൾ അതിനെ വലിച്ചു തൻ്റെ ഉള്ളിലേക്കിടുന്ന തിരമാലകളെ പോലെ അതിനെ ഹനിച്ചുകൊണ്ട് ആ തിരമാലകൾ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു. ഒരു ശാന്തമായ കടലിനെ കണ്ടുകൊണ്ട് അതിൽ തിരമാലകൾ ഇല്ല എന്ന് ധരിക്കുന്നത് അപകടമാണ്. അതാണിപ്പോൾ ഇവിടെ രോഹിണി ദേവിക്കും യശോദാമയ്ക്കും പറ്റിയത്. ഈ ബാഹ്യമായ ഈ ശാന്തത കണ്ട് അവർ മയങ്ങിപ്പോയി. അവരുടെ സന്മനസ്സിൽ ഇതിനുള്ളിലൊരു തിരമാലയുണ്ട് എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു എതിർപ്പുമില്ലാതെ തൻ്റെ ഉണ്ണിയെ അതിവാത്സല്യത്തോടെ എടുത്ത് മടിയിൽ വെച്ച പൂതനയെ അവരങ്ങനെ നിശ്ചേഷ്ടരായിട്ട് നോക്കി നിൽക്കുന്നതാണ് ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച. ബാക്കി നമുക്കിപ്പോൾ അടുത്ത ശ്ലോകത്തിൽ അതിൻ്റെ ബാക്കി വരുന്നുണ്ട്, നമുക്ക് കാണാം. ഹരേ കൃഷ്ണ.